ഇന്നത്തെ തലമുറയോട് ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പറയാനുള്ളത് ഇത് മമ്മൂട്ടിയാണ്. നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, വെറുതെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മികച്ചതൊന്നും പറയാനൊന്നുമില്ല. നല്ല പടമാണ്. അത് തിയേറ്ററിൽ പോയി കാണുന്നതല്ലേ നല്ലത്, ഇവിടെ പറഞ്ഞത് കളയുന്നത്. പുള്ളി ഇപ്പോഴും നല്ല 10-23 വയസ്സായെങ്കിലും ഇപ്പോഴും നല്ല ലുക്കായിട്ടിരിക്കുന്നു. പറയണ്ടല്ലോ, അറിയാലോ മമ്മൂട്ടിയാണ്. മമ്മൂക്കയെ കുറിച്ച് നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. നമുക്ക് തേച്ച് മിനുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് അന്വേഷിക്കാനായിട്ടുണ്ട്. അതൊരു പോലീസ് മൂവി ആയിരുന്നെങ്കിൽ, ഒരു പോലീസ് അന്വേഷണമായിട്ടുള്ളതായിരുന്നു ഒരു മാസ് ഫീൽ ചെയ്തത്. ഇനി അടുത്ത പടങ്ങൾ ചെയ്യട്ടെ. ക്ലൈമാക്സ് ആടിപ്പൊളി ക്ലൈമാക്സ് നല്ലതായിരുന്നു. നൈസായിട്ട് വരുന്നു, സെറ്റായിരുന്നു. നല്ല പടമാണ്, കുഴപ്പമില്ല. അടിപൊളി ക്യാരക്ടറല്ലേ, സെറ്റാണ്, ഇഷ്ടപ്പെട്ടു. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല, കണ്ടിരിക്കുക. ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കുക. പറയണ്ടല്ലോ, അറിയാലോ മമ്മൂട്ടിയാണ്. നെട്ടിച്ചിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. ജീവിതം ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്ത സംവിധാനം ചെയ്ത പടമാണ്. കൊള്ളാം, കുഴപ്പമില്ല. നല്ല ഫിലിമാണ്. ക്ലൈമാക്സ് അടിപൊളിയാണ്. കാരണം ക്ലൈമാക്സിലാണ് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വരുന്നത്. ട്വിസ്റ്റ് സാധാരണ ഗൗതം സിനിമ പോലെയല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു കോമഡി ബേസ്ഡ് ത്രിൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കൊള്ളാം. പടത്തിൻ്റെ ഗുണങ്ങളുണ്ട്, എല്ലാം ഗുണങ്ങളാണ്. ഇതൊരു പരീക്ഷ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ആകുമ്പം വെറൈറ്റി തന്നെയാണ് പടം പോയിരിക്കുന്നത്. പടം നല്ല പടമാണ്, വെറൈറ്റിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അവസാനം വരെ കണ്ടു നിൽക്കണം, എങ്കിലും നമുക്ക് കഥ മനസ്സിലാവുള്ളൂ. ഗോകുൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. നമുക്ക് തേച്ച് മിനുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ അതിൻ്റെ കഥയും ഗൗതം വാസുദേവനാണ് മലയാളത്തിൽ ഫസ്റ്റ് പടമാണ്. കുഴപ്പമില്ല, നല്ല രീതി വന്നിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഒക്കെയാണ്. നല്ല ഒരു ക്ലാസ് കോമഡിയൊക്കെ ഉണ്ടായില്ലേ, എൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലാസ്സായിട്ട് കോമഡി മൂന്ന് നല്ല ഒരു ബോറടിപ്പിക്കാത്ത നല്ലൊരു സിനിമയാണ്. സംഭവം കൊള്ളാം. ട്വിസ്റ്റ് അത്യാവശ്യം അടിപൊളിയാണ്. ട്വിസ്റ്റ് സൂപ്പറാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഇതിലാണ് പോകുന്നത്, ഒരു സ്ലോ പേസ് മൂവി പോലെയാണ് പോകുന്നത്. ഗൗതം മേനോൻ മൂവി ആയിട്ട് ആ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഇഷ്ടപ്പെടും. ഒരുപാട് വലിയ മാസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ എൻ്റെ ഇതിൽ ഡിറ്റക്റ്റീവ് മൂവിയാണ്, ഡിറ്റക്റ്റീവ് അന്വേഷിക്കാനായിട്ടുണ്ട്. അതൊരു പോലീസ് മൂവി ആയിരുന്നെങ്കിൽ, ഒരു പോലീസ് അന്വേഷണമായിട്ടുള്ളതായിരുന്നു ഒരു മാസ് ഫീൽ ചെയ്തതിന്. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. ഒരു സാധാരണ ഗൗതം വാസുദേവൻ പടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. ഈ കോമഡിയൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. ഓവറോൾ ഗംഭീരമാണ്. കുഴപ്പമില്ല, വെറുതെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മികച്ചതൊന്നും പറയാനൊന്നുമില്ല. ഗൗതം വാസുദേവന്റെ കയ്യൊപ്പൊന്ന് പറയാം. പുള്ളിയുടെ സിഗ്നേച്ചർ ഫിലിംസ് പോലെ അല്ല, കുറച്ച് വെറൈറ്റി, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമൊക്കെ പോലെയാണ്. പക്ഷേ അധികം തോന്നുന്നില്ല. കുഴപ്പമില്ല, വെറുതെ കണ്ടിരിക്കും. ഒരു ആവറേജ് പടം, അതന്നെ ചെറിയൊരു ഫ്ലോയിൽ പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഗൗതം മേനോൻ്റെ ആദ്യത്തെ മലയാളി എൻട്രി മമ്മൂക്കായി വെച്ചെടുത്ത പടം എന്തായാലും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നും പറയാനില്ല. മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ് നല്ല രീതിയിൽ ഗൗതം മേനോൻ ആ സാറ് അത് വലിയൊരു സ്ക്രീൻ ബേസിൽ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം. ഇനി അടുത്ത പടങ്ങൾ ചെയ്യട്ടെ. ചേട്ടാ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു. ഇൻവെസ്റ്റിഗേഷനാണ്, എന്നാൽ പക്ക പ്യൂർലി ഇൻവെസ്റ്റിഗേഷൻ അല്ല. കുറച്ച് മമ്മൂക്കയുടെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോഴും നല്ല 10-23 വയസ്സായെങ്കിലും ഇപ്പോഴും നല്ല ലുക്കായിട്ടിരിക്കുന്നു. ഗോകുൽ സുരേഷായിട്ടുള്ള കോമ്പിനേഷനൊക്കെ ഉള്ളായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുറച്ച് തള്ളൊക്കെ അടിച്ചു കിടക്കുന്ന ഒരു ഡിറ്റക്റ്റീവ്. പിന്നെ സിമ്പിൾ സാധനമാണ് കഥ, ആ രീതിയിലെടുത്ത. പിന്നെ ഗൗതം വാസുദേവൻ പറഞ്ഞ കണക്ക് ഈ ക്യാരക്ടർ പിന്നെ അടുത്ത പടങ്ങളിൽ കൊണ്ടുവരാം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അടിപൊളി പടമായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ആയിരുന്നല്ലോ, അടിപൊളി. വൺ ടൈം വാച്ചബിൾ ആണ്, തിയേറ്ററിൽ കാണുന്നതിൽ തെറ്റില്ല. പിന്നെ അവർ രണ്ടുപേരെയും കോംബോ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, മമ്മൂട്ടിയുടെയും ഗോകുലിൻ്റെയും. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. അത് തിയേറ്ററിൽ പോയി കാണുന്നതല്ലേ നല്ലത്, ഇവിടെ പറഞ്ഞത് കളയുന്നത്. കാണാൻ പറ്റുന്ന സിനിമയാണ്, ഫാമിലിക്ക് തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ. പുള്ളിയുടെ ടൈപ്പ് ഓഫ് മൂവി അല്ല, അപ്പം അതുകൊണ്ട് തന്നെ അതൊരു രസമുണ്ട്. അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാറില്ല. പുള്ളിയുടെ ഈ ഒരു ജോണറിൽ എടുത്തതിൽ നല്ല ഭംഗിയുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നോട്ട് ബാഡ് അറ്റ് ഓൾ. കോമഡി എല്ലാം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. എങ്ങും അത്ര ക്ലീശയല്ല. ഓവറാൾ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പടമല്ലേ, അതിൻ്റെ ഒരു ചെറിയ പോരായ്മകളുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ്. ഗോകുലും കൊള്ളാം. ക്ലൈമാക്സ് ട്വിസ്റ്റും അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ CB സീരീസിലൊക്കെ ഉള്ള ഇൻവെസ്റ്റിഗേഷനാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ പുതുമയായിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ക്ലൈമാക്സ് ആണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആദ്യത്തെ സിനിമയാണെന്ന് തോന്നൂല മലയാളത്തിലുള്ള, പക്ഷേ വളരെ നല്ല ഗംഭീര മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ഇതിനേക്കാളും സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ഇല്ല, മലയാള സിനിമ ആ ലെവലിൽ കണ്ടാൽ മതി. നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല സിനിമയാണ്. ഗോകുൽ ത്രൂ ഔട്ടുണ്ട് മമ്മൂക്കയോടൊപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ അടിപൊളി സിനിമയാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്, ഒരു ത്രില്ലറാണ്. പക്ഷേ സാധാരണഗതിയിലുള്ളൊരു മാസോ പിന്നെ ഒരു ഇളക്കമോ ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ഷമയോടുകൂടി സ്ലോയിലാണ് സിനിമ തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫും നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇന്നത്തെ തലമുറയോട് ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പറയാനുള്ളത് ഇത് മമ്മൂട്ടിയാണ്.
നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഇത് മമ്മൂട്ടിയാണ്. അദ്ദേഹം ഓരോ സിനിമയിലും ഒരു പുതിയ മമ്മൂട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ 74-ാം വയസ്സിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ അഭിനയം വളരെ വ്യത്യസ്തമാണ്. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആർക്കും പക തോന്നിയിട്ട് കാര്യമില്ല. പകരം വയ്ക്കാൻ ആളില്ല. ലോക സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അങ്ങനെയൊന്നുമില്ല. ഒരു പുതിയ, അതായത് ഇതുവരെ കാണാത്ത ഒരു ഡിറ്റക്റ്റീവ് മോഡലിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, അത്രയേ ഉള്ളൂ. വളരെ ക്ഷമയോടുകൂടി കാണാനും പറ്റുള്ളൂ. മാസിവോ ഒന്നും അതിനകത്തുണ്ടാവില്ല സിനിമയ്ക്കകത്ത്. തീർച്ചയായിട്ടും ഗൗതം വാസുദേവൻ്റെ നല്ല മലയാളത്തിലൊരു കയ്യൊപ്പ് തന്നെയാണ് ഈ സിനിമ. അത് തിരഞ്ഞെടുക്കാൻ മനസ്സ് കാണിച്ച മമ്മൂട്ടിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്.